ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറിന. തീപ്പൊരി ബൗളിംഗ്, അതല്ലാതെ മറ്റൊന്നും പറയാനില്ല. RCBയുടെ തീപ്പൊരി ബൗളിങ്ങിന് മുന്നിൽ PBKസിന്റെ നട്ടെല്ല് ഒടിഞ്ഞു എന്ന് തന്നെ പറയുന്നതാകും ശരി. കേവലം 101 റൺസിനാണ് ഇപ്പോൾ PBKS ആദ്യ ഇന്നിങ്സ് അവസാനിപ്പിച്ചിട്ടുള്ളത്. 10 വിക്കറ്റും അവർക്ക് നഷ്ടമാവുകയായിരുന്നു. 14.1 ഓവറിൽ എല്ലാ താരങ്ങളും മടങ്ങി കൂടാരം കയറി എന്നുള്ളതാണ്. മാസ്മരിക ബൗളിംഗ് പ്രകടനമാണ് RCB ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പന്തെടുത്തവരെല്ലാം തീ തുപ്പിയ ഒരു കാഴ്ചയാണ് നമുക്ക് മുല്ലൻപൂരിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് PBKസിന് ബാറ്റിംഗിൽ ഈ ഒരു തകർച്ച നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും ജോഷ് ഹേസൽവുഡ് RCBയുടെ പ്ലേയിങ് 11ലേക്ക് തിരിച്ചെത്തിയിരുന്നു. അത് തന്നെ അവർക്ക് കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു കാര്യമായിരുന്നു. ആർക്കും പൊരുതി നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. പവർ പ്ലേ അവസാനിച്ചപ്പോൾ തന്നെ 4 വിക്കറ്റുകൾ PBKസിന് നഷ്ടമായിരുന്നു. പിന്നീട് തുരുതുരാ വിക്കറ്റുകൾ നഷ്ടമായി. അങ്ങനെ 101 റൺസിന് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു. 10 വിക്കറ്റും അവർക്ക് നഷ്ടമായി എന്നുള്ളതാണ്. സ്റ്റോയിനിസ് മാത്രമാണ് ഒരൽപ്പമെങ്കിലും പിടിച്ചു നിന്നത്. 26 റൺസ് അദ്ദേഹം സ്വന്തമാക്കി. പ്രഭ്സിമ്രാൻ 18 റൺസും അതുപോലെ തന്നെ അസ്മത്തുള്ള ഒമർസായി 18 റൺസും നേടി എന്നുള്ളതാണ്. ഇനി RCBയുടെ ബൗളിംഗ് കാർഡിലേക്ക് വരുമ്പോൾ എല്ലാവരും മികച്ച പ്രകടനം നടത്തി. പ്രത്യേകിച്ച് ജോഷ് ഹേസൽവുഡ് തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. 3 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി. അതുപോലെ തന്നെ നിർണായകമായ മറ്റ് 3 വിക്കറ്റുകൾ വീഴ്ത്താൻ സുയാഷ് ശർമ്മക്ക് കഴിഞ്ഞു. യഷ് ദയാലിന്റെ ഒരു സ്പെല്ല് പറയേണ്ടതാണ്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. 2 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി. 4 ഓവറിൽ 26 റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത്. ഭുവനേശ്വർ കുമാർ ഒരു വിക്കറ്റ് വീഴ്ത്തി. റൊമാരിയോ ഷെഫേർഡ് ഒരു വിക്കറ്റ് വീഴ്ത്തി. ഇങ്ങനെയാണ് RCBയുടെ ഒരു ബൗളിംഗ് കാർഡ് വരുന്നത്. ഏതായാലും ഇനി 102 റൺസ് എന്ന വിജയ ലക്ഷ്യമാണ് ഇപ്പോൾ RCBയുടെ ബാറ്റർമാർക്ക് മുന്നിലുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.